ഹായ് എല്ലാവർക്കും വീണ്ടും കോഡിംഗ് നെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ഇതിൽ ഈ ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെയാണല്ലേ പഠിച്ചത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയുണ്ടായി നമുക്ക് ഒരു പബ്ലിഷ് ഡേറ്റിലൊരു ഡേറ്റ് പിക്കർ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു jQuery പ്ലഗിൻ സെലക്ട് എന്നുള്ളൊരു പ്ലഗിൻ യൂസ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഇത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഡേറ്റ് പിക്കർ ആഡ് ചെയ്യാം. ഡേറ്റ് പിക്കർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഉപയോഗിക്കുന്നത് jQuery ഡേറ്റ് പിക്കറാണ്. jQuery ഡേറ്റ് പിക്കർ. ഈ ഡേറ്റ് പിക്കറിൽ പോയി ഡേറ്റ് പിക്കർ jQuery UI അതിലേക്ക് പോവാം. ഇതാണ് ഈ jQueryയുടെ സൈറ്റ് നോക്കുക, jQueryui.com ഡേറ്റ് പിക്കർ. ഇവിടെ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പിക്കർ വരും. അപ്പോൾ ഈ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ് പിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ API ഡോക്യുമെൻറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഡേറ്റ് സെറ്റ് ചെയ്യണേ, കറണ്ട് ഡേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെറ്റ് ഡേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഡേറ്റ് പിക്കർ സെറ്റ് ഡേറ്റ്. കറണ്ട് ഡേറ്റ് വേണമെങ്കിൽ വെച്ചാൽ ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് ന്യൂ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഈ ഡേറ്റ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഡേറ്റ് കാണിക്കും അതിൽ, അതായത് ഇത് ഓപ്പണായി വരുമ്പോൾ തന്നെ ആ ഡേറ്റാണ് കാണിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ്സിൽ പോവുക, ഓൾ jQuery UI ഡൗൺലോഡ്സ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഞാനിതിൽ നമുക്ക് ഇതിൻ്റെ CSSഉം അതേപോലെ JS-ഉം വേണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ഫയൽ എടുത്തു. ഓപ്പൺ ഫയൽ എടുത്തിട്ട് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ ഡൗൺലോഡ്സിൽ പോവാം. നമുക്ക് അതിൻ്റെ ഡൗൺലോഡ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഡൗൺലോഡ്സിൽ പോവാണ്. ഡൗൺലോഡ്സ് കിടക്കുന്നത്. ഇനി ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യണം. jQuery അതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അതിവിടെ വന്നു. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഫയലുകൾ ഏതൊക്കെ വെച്ചാൽ jQuery UI min.css-ഉം അതേപോലെ തന്നെ jQuery UI min.js-ഉം ആണ് വേണ്ടത്. ഈ രണ്ട് ഫയലാണ് വേണ്ടത്. അത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ നമ്മൾ അസറ്റ്സ് എന്നുള്ളൊരു ഫോൾഡറുണ്ട്. അസറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ ഞാൻ ആഡ് ചെയ്ത ഫയലൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഫയൽ jQuery UI min.js ഈ ഫയലുണ്ട്. JS-ൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ CSS-ൻ്റെ ഉള്ളിൽ jQuery UI min.css. അപ്പോൾ CSS ഫയൽ ഞാൻ ഹെഡറിലും header.php എടുക്കുക. അത് jQueryയുടെ UI min.css-ഉം അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ jQuery UI min.js ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെലക്ട് എന്നുള്ള പ്ലഗിന് നമുക്ക് വേണമെന്ന് പറഞ്ഞു അല്ലേ. ഞാനിവിടെ സെർച്ച് ചെയ്യണം സെലക്ട് JS. നേരെ ഇതിലേക്ക് പോകാം. നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് വന്നു കണ്ടല്ലേ. ഇപ്പോൾ സെലക്റ്റിലും ഇതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫയലുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിലോ നമുക്ക് GitHub-ലേക്ക് പോയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഡ്രോപ്പ് ഡൗൺ എങ്ങനെയാണ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ കണ്ടില്ലേ ഡ്രോപ്പ് ഡൗൺ ആണത്. നമുക്ക് ഇങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഈ പ്ലഗിന് ഉപയോഗിച്ച് അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മുടെ ഒരു സൈറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ഒരു വൃത്തിയില്ല കണ്ടല്ലേ, ഭംഗിയില്ലാത്ത രീതിയിലാണ് കിടക്കണം. അപ്പോൾ നമുക്ക് ആ പ്ലഗിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാകെ മാറും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് സെലക്ടുവിൻ്റെ JS ഫയലും അതേപോലെ തന്നെ CSS ഫയലും വേണം. അപ്പോൾ ഇൻസ്റ്റലേഷനിൽ പോവുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് നമുക്ക് അവരുടെ CDN ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഇതിനെ കോപ്പി ചെയ്തു. ഇത് മാത്രം കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് സേവ് ആസ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ഇതിൽ പോയിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് സാമ്പിൾ HDocs മൈ ബ്ലോഗിൽ പോയിട്ട് അസറ്റ്സിൽ അഡ്മിനിൽ ഇതിപ്പോൾ CSS ആണ്. അപ്പോൾ CSS-ൻ്റെ ഉള്ളിൽ സേവ് ചെയ്തു സെലക്ട് min. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും സേവ് ചെയ്യേണ്ട. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ JS-ഉം വേണം. ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഇതിലെടുത്തിട്ട് ഇത് ഇങ്ങനെ കോപ്പി ചെയ്ത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈനിലും, അതായത് നെറ്റിൻ്റെ കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫയൽ കിട്ടുള്ളൂ. സെലക്ട് മിന്നും .js അതേപോലെ CS നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും ഇത് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ CDM ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ കോപ്പി ചെയ്യാം, ഇതേപോലെ തന്നെ സേവ് ചെയ്തെടുക്കുക. അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹെഡറിൽ select2min.css കൊടുത്തിട്ടുണ്ട്. അതായത് ഫൂട്ടറിൽ select2min.js കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസ്റ്റ് കണ്ടൻ്റാണ്. ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഫോർമാറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിൽ നമുക്കൊരു കണ്ടൻറ്റ് കോപ്പി ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടൻറ്റ് കോപ്പി ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാം. കണ്ടൻറ്റ് കോപ്പി ചെയ്യാം. എന്തെങ്കിലും കണ്ടൻറ്റ് ഇവിടെ കോപ്പി ചെയ്തത് അത് കോപ്പി ചെയ്ത് ഇവിടെ ഇടാണ്. അപ്പോൾ ഇതൊരു ഭംഗിയിലേ കാണാനാണ്. അപ്പോൾ ഇത് ഫോർമാറ്റ് ചെയ്യണം. നമുക്ക് ഏതെങ്കിലും ഒരു എഡിറ്റർ യൂസ് ചെയ്യണം. ഇപ്പോൾ CK എഡിറ്റർ അല്ലെങ്കിൽ സമ്മർ നോട്ട് അങ്ങനത്തെ എഡിറ്റേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സമ്മർ നോട്ട് എന്നുള്ള എഡിറ്ററാണ്. സമ്മർ ഇതും ഇതേപോലെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സമ്മർ ആണ് സൂപ്പർ സിമ്പിൾ എഡിറ്ററാണത്. അല്ലേ, ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ കോപ്പി ചെയ്യണം. ഞാൻ അത് ഇവിടെ കോപ്പി ചെയ്യണേ കണ്ടില്ലേ. നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലിങ്ങനെ ആഡ് ചെയ്യാം. അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ കേട്ടോ. നമുക്കതിൽ സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ചെയ്യാം. പല രീതിയിൽ നമുക്കിതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൽ കോപ്പി ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് വെച്ച് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമ്മുടെ സൈറ്റിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സമ്മർ നോട്ട്, സിമ്പിളായിട്ടുള്ളൊരു എഡിറ്ററാണ്. അത് ഉപയോഗിക്കാം നമുക്കിവിടെ. അപ്പോൾ ഇതിന് പറയുന്നത് ഇങ്ങനത്തെ എഡിറ്ററിന് പറഞ്ഞാൽ VCWig എഡിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സമ്മർ നോട്ട് VCWig എഡിറ്റർ. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. WYSIWYG VCWig എഡിറ്റർ. അപ്പോൾ ഈ എഡിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷനിൽ പോവാം. ഞാനിത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡൗൺലോഡ് കണ്ടില്ല, കമ്പൈൽഡ് എന്നുള്ളത് കോപ്പി ഗെറ്റിംഗ് സ്റ്റാർട്ടറിൽ പോവുക. ഡൗൺലോഡ് കമ്പൈൽഡ് എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇത് കോപ്പി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഡൗൺലോഡ്സിൽ തന്നെ ഇത് കിടക്കുന്നുണ്ട് കണ്ടില്ലേ, സമ്മർ നോട്ട്. ഇത് ഫുള്ള് ഞാനതിനെ കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സമ്മർ നോട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എക്സ്ട്രാക്ട് സമ്മർ നോട്ട് എന്നുള്ള ഈ ഫോൾഡറിനെ ഞാൻ കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് കോപ്പി ചെയ്യണം. സമ്മർ നോട്ട് എന്നുള്ളതിനെ കംപ്ലീറ്റ് കോപ്പി ചെയ്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ പോയിട്ട് മൈ ബ്ലോഗിൽ പോയിട്ട് അവിടെ അസറ്റ്സിൽ കണ്ടില്ലേ സമ്മർ നോട്ടൊന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കേണ്ടത്, ഹെഡറിൽ പോവുക, നമ്മളതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് സമ്മർ നോട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കും. നമ്മൾ സമ്മർ നോട്ട് BS4.CSS, അതായത് ബൂട്ട്സ്ട്രാപ്പ് 4 സപ്പോർട്ട് ചെയ്യുന്നതാണ്. BS4 CSS ആണ് കോപ്പി ചെയ്തിട്ടത്. അസറ്റ്സ് സമ്മർ നോട്ട് BS4 CSS. അതേപോലെ ഫൂട്ടറിൽ പോയി കഴിഞ്ഞാൽ അസറ്റ്സ് സമ്മർ നോട്ട് BS4.js കോപ്പി ചെയ്തു. ഇനി ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ യൂസേജും കൂടി അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ ഉണ്ടാവും കണ്ടിട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റ് ഏരിയ, നമ്മളവിടെ ടെക്സ്റ്റ് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വെറുതെ നമ്മൾ ആ ടെക്സ്റ്റ് ഏരിയയുടെ ID വെച്ചിട്ട് ഇവിടെ കണ്ടില്ല, ഇത് ID ആണ്. ID വെച്ച് സമ്മർ നോട്ട് എന്ന് കൊടുത്തത്. അപ്പോൾ document.readyയിൽ കൊടുക്കണം. അതായത് ലോഡ് ചെയ്ത് വരുമ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ സമ്മർ നോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചില ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കണ്ടില്ലേ, പല ഓപ്ഷൻസ് ഉണ്ട്. ടാബ് സൈസ്, ഹൈറ്റ് സെറ്റ് ചെയ്യാം, പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യാം, അതേപോലെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ ടൂൾ ബാർ വേണം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ടൂൾ ബാർ മാത്രമേ ഇവർ കാണിച്ചിട്ടുള്ളൂ. അതിനുള്ള ഓപ്ഷൻസാണ് ഇവിടെ താഴെ കാണുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ API നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഹൈറ്റ് കൊടുത്തിട്ട് മിൻ ഹൈറ്റ്, മിനിമം ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതിൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കണ്ടന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഞാൻ നോക്കുകയാണ് ഇതിലെങ്ങനെയാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ script.js എന്നുള്ളൊരു ഫയലുണ്ട്. Ctrl+P നോക്കുക, scripts.js എടുത്തു. അപ്പോൾ ഇതിൽ select2 നമ്മൾ കണ്ടില്ലേ, അതിൽ select2 സേവ് ചെയ്യുക. അതുപോലെ ഡേറ്റ് പിക്കറും ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. സമ്മർ നോട്ടും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതല്ലേ എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞതല്ലേ. select2 ആണെങ്കിൽ select2 എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും. select2ൻ്റെ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ select2ൽ പോയി എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇതുണ്ടാവും. ഇതിൽ ഡീറ്റെയിൽസ് കാണാം. നമുക്ക് select2ൽ കിടക്കുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. സെലക്ട് ഇതിപ്പോൾ ഇൻസ്റ്റലേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അറിയാം എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണാം. നമ്മുടെ അല്ലേ ഇതിൻ്റെ വെച്ചിട്ട് jQuery വെച്ചിട്ട് അതിന് select2 എന്നുള്ള, അതേപോലെ ഇതിലും നമുക്ക് select2ൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടൊരു കോൾ ചെയ്തിട്ടുള്ളൂ select2 എന്നുള്ള പ്ലഗിൻ വെച്ചിട്ട്. അപ്പോൾ select2 ഞാനിവിടെ എന്താ ചെയ്തത്, ആഡിൽ പോയിട്ട് നമ്മുടെ select2 നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് .select2 എന്ന് അവിടുത്താണ്. അപ്പോൾ ആ ക്ലാസ് നമ്മുടെ ഏതൊക്കെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടോ അവിടെയൊക്കെ ആ ക്ലാസ് ഞാൻ ആഡ് ചെയ്തു. നമുക്ക് ഡ്രോപ്പ് ഡൗൺ എവിടെയൊക്കെയുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ കഴിയും. കണ്ടില്ലേ, ഇവിടെ ഒരു ഫോം, ഈ സെലക്ടിൻ്റെ ഉള്ളിൽ select2 എന്നുള്ള ഒരു ക്ലാസ് ഞാൻ ആഡ് ചെയ്തു ഇവിടെ. അതേപോലെ തന്നെ ഇത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി, ഇത് കാറ്റഗറി ആണെങ്കിൽ select2 ഇവിടെ ഒരു ക്ലാസ് ആഡ് ചെയ്തു. അതേപോലെ ലാസ്റ്റ് നമ്മുടെ ടാഗുകളുണ്ട്, അതിലും select2 നമുക്ക് കൊടുത്തു. ഇത് മൾട്ടി സെലക്ട് ആണ്, അതാണ് ഒരു പ്രത്യേകത ഇതിൽ. അതാണ് നമ്മളിവിടെ അറിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സൈറ്റ് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ സമ്മർ നോട്ട് വന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഞാൻ ആദ്യം കോപ്പി ചെയ്ത് ഇല്ല, അത് കോപ്പി ചെയ്ത് കിട്ടുന്നില്ല. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്തെങ്കിലും ഒരു കണ്ടന്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് അവിടെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യണം നമുക്ക് നോക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇതിന് ശേഷം എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കളർ മാറ്റണം എന്ന് വെച്ചാൽ കളർ മാറ്റാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് വേറെ കളർ സെലക്ട് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് എൻഡിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് പിക്കർ ഇട്ടു. ഇപ്പോൾ സമ്മർ നോട്ട് യൂസ് ചെയ്തു, ഡേറ്റ് പിക്കർ കണ്ടില്ലേ, ഡേറ്റ് പിക്കർ വന്നു. അതിൽ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടില്ലേ, അതും കൂടി നോക്കാണ്ട് നമുക്ക് ഏത് ഡേറ്റ നമുക്ക് സെലക്ട് ചെയ്യണം അത് നോക്കാം. അതേപോലെ നോക്കൂ, ഇവിടെ ഇതിലും വന്നു കഴിഞ്ഞു. select2 എന്നുള്ള പ്ലഗിൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാല്ലേ. അതുപോലെ ഇനി ടാഗ്, നമുക്ക് ടാഗ് സെലക്ട് ചെയ്തു, ഒരു ടാഗ് കൂടി സെലക്ട് ചെയ്യും. അപ്പോൾ സെലക്റ്റഡ് നമുക്ക് ഇവിടെ കാണാം. ഇവിടുന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പ്ലഗിൻസിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഡേറ്റ് പിക്കറിൻ്റെ ഒരു കാര്യം നോക്കൂ. ഇവിടെ ഡേറ്റ് പിക്കറിൽ നമുക്ക് ഡേറ്റ് ഫോർമാറ്റ് DDMMYY എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ D23/2021 എന്നത്തെ ഡേറ്റാണ് ആ ഡേറ്റ് കാണിക്കും, അതാണ് കാണിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ ഡേറ്റ് പിക്കർ സെറ്റ് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടേക്കാണ് ഡേറ്റ് പിക്കർ സെറ്റ് ഡേറ്റ് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡോട്ട് ചെയ്തിട്ട് ഇതിനെ ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും സെറ്റ് ഡേറ്റ് വെച്ച് ഇങ്ങനെ കൊടുക്കാം. ആ സെറ്റ് ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ കൊടുക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി കാണാനും അത് മനസ്സിലാക്കാനും എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ നെക്സ്റ്റ് ലൈനിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഡേറ്റ് പിക്കർ, ഈ ഡേറ്റ് പിക്കറിൻ്റെ തന്നെ അതിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളിവിടെ. ഫസ്റ്റ് നമ്മൾ ഫോർമാറ്റ് ചെയ്തു, പിന്നെ അതിന് ഡേറ്റും കൂടി കറണ്ട് ഡേറ്റ് സെറ്റ്. അതേപോലെ സമ്മർ നോട്ടിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, ആ കണ്ടന്റ് നമ്മളവിടെ ID എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ കണ്ടന്റിന് നമ്മൾ കണ്ടന്റിൻ്റെ IDയും കണ്ടന്റും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് വെച്ചിട്ട് കണ്ടന്റ് ID വെച്ചിട്ട് കണ്ടന്റ്.സമ്മർ നോട്ട് എന്നിട്ട് ഹൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ഹൈറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് കൂടി വരും. ഇപ്പോൾ ഞാനൊരു 400 കൊടുത്തു നോക്കും. നമുക്കിത് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, റിഫ്രഷ് ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടി. അതേപോലെ നമ്മൾ ആ പോസ്റ്റിൻ്റെ ഡേറ്റ് നമ്മൾ കറണ്ട് ഡേറ്റ് സെലക്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക്
സേവ് ചെയ്യും. പോസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യാൻ മറന്നുപോയാൽ തന്നെ നമുക്ക് കറണ്ട് ഡേറ്റ് ആണ് അതിൽ സേവ് ആയി വരിക.